ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് ആഷിത. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതൊരു PR ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ്. അപ്പോൾ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെ നിങ്ങളുടെ PR ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻറ്റിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്ന് എൻ്റെ പാസ്പോർട്ടാണ്. എൻ്റെ പാസ്പോർട്ട് ഇഷ്യൂഡ് ബൈ ഇന്ത്യ. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ നിന്ന് നമുക്ക് കിട്ടിയ പാസ്പോർട്ട്, അതുപോലെ അതർ എവിഡൻസ് ഓഫ് മിസ്സിസ് ആഷിത ജോയ്സ് റീസൺസ് ഫോർ ആബ്സെൻസ് ഫ്രം ദ UK. അപ്പോൾ അതിൻ്റെ എവിഡൻസുകൾ. അപ്പോൾ അതർ എവിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഔട്ട്സൈഡ് UK ട്രാവൽ ചെയ്ത സമയത്ത് നമ്മുടെ പാസ്പോർട്ടിൽ എന്തായാലും സീൽ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ഫോട്ടോ എടുത്ത് അത് സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാം. എൻ്റെ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാനത് പ്രൊവൈഡ് ചെയ്തു. ടിക്കറ്റ് കൊടുക്കണം നിർബന്ധമില്ല. നിങ്ങൾ ടിക്കറ്റ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എവിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. അതുപോലെ പിന്നെ പറയുന്നത് എവിഡൻസ് ഓഫ് മിസ്സിസ് ആഷിത ജോയ്സ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇൻ ദ UK. അപ്പോൾ ഒരു ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് BRP കാർഡ് തന്നെ കാണിച്ചാൽ മതിയാവും. അതാണ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കേണ്ടത്. ഡിക്ലറേഷൻ സൈൻഡ് ബൈ മിസ്സിസ് ആഷിത ജോയ് ടു കൺഫേം കൺസെൻറ്റ് ഫോർ ദ ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ലാസ്റ്റ് സെഗ്മെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവരൊരു ഡിക്ലറേഷൻ ഫോം കാണിക്കുന്നത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ സൈൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാവും. പിന്നെ യുവർ മോസ്റ്റ് റീസെൻറ്റ് പേ സ്ലിപ്പ് ആൻഡ് ബാംഗ്ലൂർ ബിൽഡിംഗ് സൊസൈറ്റി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മിക്കവരും ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിലൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു എത്ര മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞത് 1 month മതിയെന്ന്. അപ്പോൾ അവരിതിൽ പ്രത്യേകം അവർ പറയുന്നുണ്ട്, യു ഷുഡ് നോട്ട് പ്രൊവൈഡ് എനി അഡീഷണൽ പേ സ്ലിപ്സ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് അൺലെസ് യു ആർ കറൻ്റ്ലി ഓൺ പറ്റേണിറ്റി ഷെയർ ഓർ പാരൻ്റൽ ഓർ അഡോപ്ഷൻ ലീവ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലീവിലല്ലാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ എടുത്ത് പറയുന്നുണ്ട്, ഒരെണ്ണം മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. അതുപോലെ എ ഡോക്യുമെൻറ്റ് ഫ്രം ദ സ്പോൺസർ ഹു ഇഷ്യൂഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ദാറ്റ് ലെറ്റ് യുവർ ലാസ്റ്റ് പെർമിഷൻ ടു സ്റ്റേ സ്റ്റാർട്ട് ടു മൈഗ്രൻറ്റ് കൺഫേമിങ് ദാറ്റ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് കൺഫേം ചെയ്യുന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അതുപോലെ പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, അതായത് മെഡിക്കൽ, ബർത്ത് ഓർ ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് അത് ചോദിക്കാൻ കാരണം ഞാൻ ലീവ് എടുത്ത് നാട്ടിൽ പോയിരുന്നു. അതായത് സിക്ക് ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ എവിഡൻസ് ആയിട്ടുണ്ട് എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കറൻറ്റ് ബയോമെട്രിക് റെസിഡൻസ്, അതുപോലെ ഓൾ പ്രീവിയസ് പാസ്പോർട്ട്സ്, ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ഓർ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ്സ് ദാറ്റ് യു ഹാവ് യൂസ് ടു ട്രാവൽ ഓർ റിമെയിൻ ഇൻ ദ UK. അപ്പോൾ ചിലവർ UK ആയിട്ട് വന്ന സമയത്ത് ഒരു പാസ്പോർട്ട് 2-3 വർഷം എക്സ്പയർഡ് ആയിട്ട് ഒരു വേറെ പാസ്പോർട്ട് എടുത്തിട്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം വന്ന സമയത്തുള്ള പാസ്പോർട്ട് ഇപ്പം നിങ്ങളുടെ ന്യൂ പാസ്പോർട്ട് 2 നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയാണോ അവരോട് കൊടുക്കാമെന്ന് പറയുന്നത് അവർ നമുക്ക് കുറേ ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പം നമ്മൾ അവരോട് പറയുന്നതനുസരിച്ചിരിക്കും. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ടിക്ക് ചെയ്തതെല്ലാം നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിരിക്കണം. നിങ്ങളത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് റെഫ്യൂസലിന് കാരണമാവും. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ടെനൻസി അഗ്രിമെൻറ്റ് കൊടുക്കേണ്ടി വരും, യൂട്ടിലിറ്റി ബില്ല് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ വായിച്ച അത്ര എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ യൂട്ടിലിറ്റി ബില്ലും കൊടുത്തിട്ടില്ല, ടെനൻസി അഗ്രിമെൻറ്റും കൊടുത്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ലാസ്റ്റ് സെഗ്മെൻറ്റിൽ അവർ ജോയിൻറ്റ് അക്കൗണ്ടിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻറ്റ് അക്കൗണ്ട് അവർ എസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് യൂട്ടിലിറ്റി ബില്ല് ചോദിക്കും. നിങ്ങൾ യൂട്ടിലിറ്റി ബില്ല് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഞാനത് നോ കൊടുത്തതുകൊണ്ട് ഞാൻ യൂട്ടിലിറ്റി ബില്ലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ടെനൻസിയും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആൻസർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് അതനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വേണം നിങ്ങളതിന് ആൻസർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ഇട്ട് പിന്നെ അത് കൊടുത്തില്ലെങ്കിൽ അത് റെഫ്യൂസലിന് കാരണം. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങളൊരു ILRന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ILR ആപ്ലിക്കേഷൻ government.uk അടിച്ചു കൊടുത്താൽ അതിൻ്റെ സൈറ്റ് വരുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ അവർ ഓവർവ്യൂ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഏതൊക്കെ വിസയിലുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം, അത് PR അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞതൊക്കെ വായിച്ചു നോക്കാവുന്നുള്ളൂ. പക്ഷേ ഹൗ ടു അപ്ലൈ എടുക്കുക, ഹൗ ടു അപ്ലൈ യു മസ്റ്റ് അപ്ലൈ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുക. ഫിനിഷ് അപ്ലൈ നൗ കൊടുക്കുക. ഫസ്റ്റ് എഴുതിയ ഒരു ലൊക്കേഷനാണ്. ആർ യു കറൻറ്റ്ലി ഇൻ ദി UK? യെസ്.
നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഡു യു കറൻ്റ്ലി ഹാവ് ആൻ ആപ്ലിക്കേഷൻ വിത്ത് ദ ഹോം ഓഫീസ് ഓർ ലീവ് ടു റിമെയിൻ ഫോർ വിച്ച് ഡു യു ഹാവ് നോട്ട് യെറ്റ് റിസീവ്ഡ് ഡിസിഷൻ. അത് നിങ്ങൾക്ക് ഡിസിഷൻ ഒന്നും കിട്ടാത്ത എന്തെങ്കിലും എല്ലാവരും പെൻഡിങ് ആയിട്ട് ഹോം ഓഫീസിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോ കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു ഇമെയിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ഇമെയിലായിട്ടാണ് അവർ ലിങ്കൊക്കെ അയക്കുന്നത്. അപ്പോൾ ഒരു ഇമെയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഇമെയിൽ അഡ്രസ്സിൽ ഇവരൊരു വെരിഫിക്കേഷൻ ഇമെയിൽ അയക്കും. അപ്പോൾ നിങ്ങളത് വെരിഫൈ ചെയ്യുക. Who does this email belong to? The applicant. അടുത്തവർ ചോദിക്കുന്നത് ഡു യു ഹാവ് എൻ ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ ദി UK. അപ്പോൾ എനിക്ക് ഇമിഗ്രേഷൻ അഡ്വൈസർ ഇല്ലാതെ ഞാൻ നോയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഇൻ വിച്ച് കാറ്റഗറി ആർ യു അപ്ലൈയിങ് ഫോർ ഇൻഡെഫിനറ്റ് ലീവ് ടു റിമെയിൻ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വിസ കാറ്റഗറി ഏതാണ് അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ സ്കിൽ വർക്കർ, ടയർ 2 ഓർ ഇൻ്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ വിസ കാറ്റഗറി ഏതാണോ അതനുസരിച്ച് അവിടെ കൊടുക്കുക. ശേഷം മൈഗ്രൻ്റ് കാറ്റഗറി ഇൻ വിച്ച് മൈഗ്രൻ്റ് കാറ്റഗറി ആർ യു അപ്ലൈയിങ് ഫോർ ഇൻഡെഫിനറ്റ് ലീവ് ടു റിമെയിൻ. 3 ഓപ്ഷൻ അവരുടെ കൊടുത്തിരിക്കുന്നത് സ്കിൽ വർക്കർ, ടയർ 2 മിനിസ്റ്റർ ഓഫ് റിലീജിയൻ, ഇൻ്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺ. അപ്പോൾ നമ്മൾ സ്കിൽ വർക്കറാണ്. അപ്പോൾ സ്കിൽ വർക്കർ കൊടുക്കുക. നമുക്കിവിടെ ആൻസറൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ്. ആൻസർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദിസ് ആപ്ലിക്കൻറ്റ്. ഫസ്റ്റ് ചോദിക്കുന്നത് യുവർ നെയിം. അപ്പോൾ ടൈറ്റിലും നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങളുടെ ഗിവൺ നെയിമും ഫാമിലി നെയിമും എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് പാസ്പോർട്ട് ഉള്ളതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കൊടുക്കുക. അടുത്തവർ ചോദിക്കുന്നത് എനി അതർ നെയിംസ് ഇൻ അഡീഷൻ ടു ദ നെയിംസ് ഓൾറെഡി പ്രൊവൈഡഡ് ആർ യു നൗ ഓർ ഹാവ് യു എവർ ബി നോൺ ബൈ അനദർ നെയിം. ഇപ്പോൾ എനിക്ക് വേറെ നെയിമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ നോയാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കല്യാണത്തിന് ശേഷം പേരൊക്കെ അവരിവിടെ പറയുന്നുണ്ട്. കല്യാണത്തിന് ശേഷം നെയിം എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക. അത് ഇവിടെ അവർ ചോദിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് അവർ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ എസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടെലിഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക. Where do you use this telephone number? For use bills in the UK. നെക്സ്റ്റ് നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്തത് വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഉപയോഗിക്കുന്നത് ഈസ് ദിസ് വെർ യു ലിവ്? യെസ്. വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലിവിങ് അറ്റ് ദിസ് അഡ്രസ്? നിങ്ങൾ എത്ര നാളെ അതിൻ്റെ മന്തും ഇയറും കൊടുക്കുക. Your sex and relationship status. What is your sex as shown in your passport or travel document? Female. What is your relationship status? Married or a civil partner. അപ്പോൾ നിങ്ങൾ സിംഗിളാണ്, നിങ്ങളുടെ എന്താണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അതവിടെ കൊടുക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് യുവർ നാഷണാലിറ്റി, കൺട്രി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. കൺട്രി ഓഫ് നാഷണാലിറ്റി ഇന്ത്യ, കൺട്രി ഓഫ് ബർത്ത് ഇന്ത്യ, പ്ലേസ് ഓഫ് ബർത്ത് തൊടുപുഴ കേരളയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. നെക്സ്റ്റ് അവർ ചോദിക്കുന്ന പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. ക്യാൻ യു പ്രൊവൈഡ് എ വാലിഡ് പാസ്പോർട്ട്? യെസ്. പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, അതിൽ ഇഷ്യൂയിങ് അതോറിറ്റിയും ഇഷ്യൂ ഡേറ്റും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും കൊടുക്കുക. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് യുവർ ഐഡൻറ്റിറ്റി കാർഡ്. ഡു യു ഹാവ് എ വാലിഡ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ്? This includes identity card issued from non-UK governments. This does not include driving license. If you have an internal passport, provide the details. അപ്പോൾ UK ഗവൺമെൻറ് തരുന്നതല്ലാത്ത ഏതെങ്കിലും, അതായത് ഇന്ത്യയിലെ നമ്മുടെ നാഷണാലിറ്റി എവിടെയാണോ അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്യണം പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നോയാണ് കൊടുക്കുന്നത്. Your other nationalities. Do you currently hold or have you ever held any other nationality or citizenship? No. The living at your home address. How long have you lived at this address? അപ്പോൾ നമ്മൾ എത്ര നാളെയോ അഡ്രസ്സ് താമസം കഴിഞ്ഞിട്ട് അത് കൊടുക്കുക, മന്തിൽ കൊടുക്കുക, ഇയറിൽ കൊടുക്കുക, അത് ഇഷ്ടമാണ്.
വാട്ട് ഈസ് ദ ഓണർഷിപ്പ് സ്റ്റാറ്റസ് ഓഫ് യുവർ ഹോം. ഞങ്ങൾ എപ്പോഴും സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ റെൻറ്റിറ്റ് കൊടുക്കണം. റെൻറ്റിലാണ് റെൻറ്റിറ്റ്. ഡേറ്റ് യു ഫസ്റ്റ് എൻ്റർ ദി UK. വെൻ ഡിഡ് യു ഫസ്റ്റ് എൻ്റർ ദി UK. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് UK എൻ്റർ ചെയ്താൽ നിങ്ങളുടെ പാസ്പോർട്ട് അതിൻ്റെ സീലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് UK എൻ്റർ ചെയ്ത ഡേറ്റ് അവിടെ കൊടുക്കുക. Your immigration status. Do you have a visa, leave it to enter or remain, or other permission to be in the UK. നമുക്ക് വിസ ഉണ്ട്, അപ്പോൾ നമ്മൾ ഇവിടെ എസ് കൊടുക്കുക. Your visa or leave it to enter or remain. What's the end date of your most recent visa, leave it to enter or remain, or other permission to be in the UK. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്തത് എനിക്ക് PR കിട്ടിയതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ടാണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ വിസ ഓൾറെഡി എക്സ്പയർഡ് ആയിരുന്നു. അതായത് BRP കാർഡ്, BRP ഓൾറെഡി എക്സ്പയർഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പയറി ഡേറ്റാണ്, ആ എക്സ്പയർഡ് ആയ ഡേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഫോർ വീഡിയോ പർപ്പസിലാണ്, അതുകൊണ്ടാണ് ആ ഡേറ്റിനെ അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ഒന്ന് ടൈം സ്പെൻഡ് ഇൻ ക്രൗൺ ഡിപ്പെൻഡൻസീസ്. ഹാവ് യു സ്പെൻഡ് എനി ഓഫ് യുവർ 2, 3 or 5 year കണ്ടിന്യൂസ് പീരിയഡ് വിത്ത് ലീവ് ടു എൻറോ റിമെയിൻ ഇൻ ദ ക്രൗൺ ഡിപ്പെൻഡൻസീസ്. അപ്പോൾ ഐസ്ല ഓഫ് മാൻ, ബാലിവിക്സ് ഓഫ് ജേഴ്സി ആൻഡ് ഗോർണസി, ഇതൊക്കെയാണ് ക്രൗൺ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും പോയാൽ നോ കൊടുക്കുക. അടുത്ത് സിൻസ് യു ഫസ്റ്റ് എൻ്റർ ദി UK, ഹാവ് യു ഹാഡ് എനി ആബ്സെൻസ് ഫ്രം ദി UK. അപ്പോൾ നിങ്ങൾ UK വന്നതിന് ശേഷം എപ്പോഴെങ്കിലും UK ഔട്ട്സൈഡിൽ എവിടെയെങ്കിലും ഹോളിഡേ ആയിക്കോട്ടെ, സിക്ക് ലീവ് ആയിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലാണെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക. ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. വിച്ച് കൺട്രീസ് ഡിഡ് യു വിസിറ്റ് ഓർ ട്രാവൽ ത്രൂ വെൻ ആബ്സെൻറ്റ് ഫ്രം ദ UK ആൻഡ് ക്രൗൺ ഡിപ്പെൻഡൻസീസ്. അപ്പോൾ UKയിൽ നിങ്ങൾ പോയ സമയത്ത് ഏത് കൺട്രിയിലാണ് നിങ്ങൾ പോയത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡേറ്റും എല്ലാം കറക്റ്റ് മാറിപ്പോകുന്ന രീതിയിൽ കൊടുക്കണം. അതുപോലെ നിങ്ങൾ പോയത് എന്തെങ്കിലും മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കോ അങ്ങനത്തെ കാര്യങ്ങൾക്ക്, മാരേജ്, ആരുടെയും ഡെത്ത് സംഭവിച്ചു, അതിനൊക്കെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ഏത് സ്ഥലത്താണ് പോയതെന്നാണ് ആദ്യം ചോദിച്ചത്. നമ്മൾ ഇന്ത്യ കൊടുത്തു. വെൻ ഡിഡ് യു ലീവ് ദി UK ആൻഡ് ക്രൗൺ ഡിപ്പെൻഡൻസീസ് ആൻഡ് വെൻ ഡിഡ് യു എൻ്റർ ദ UK ആൻഡ് ക്രൗൺ ഡിപ്പെൻഡൻസീസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് UK വിട്ടുപോയത് ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക. അതിൻ്റെ താഴെ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വന്നത്, വെൻ ഡിഡ് യു റിട്ടേൺ, എൻ്റർ അല്ല വെൻ ഡിഡ് യു റിട്ടേൺ, ആ റിട്ടേൺ ഡേറ്റ് കൊടുക്കുക. അടുത്ത വരുന്നത് വാട്ട് വാസ് എ റീസൺ ഫോർ ദിസ് ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദി UK. അപ്പോൾ നിങ്ങൾ UKയിൽ സ്പെൻഡ് ചെയ്തതിൻ്റെ കറക്റ്റ് റീസൺ പറയാം. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഹോളിഡേ ആണ് പോയത്, നിങ്ങൾക്ക് ഹോളിഡേ അല്ല വെക്കേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ പർപ്പസിന് വേണ്ടി അത് കൊടുക്കുക, അല്ലെങ്കിൽ മാരേജ് പർപ്പസിന് അത് കൊടുക്കുക. അപ്പോൾ ഈ ഹോളിഡേ ഒഴിച്ച് എന്തിന് പോയാലും അതിൻ്റെ കറക്റ്റ് പ്രൂഫ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന എവിഡൻസ് വളരെ മസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് കൊടുത്തിരിക്കണം. അപ്പോൾ അവിടെ വീണ്ടും ഒരു ചോദിക്കുന്നുണ്ട് സിൻസ് യു ഫസ്റ്റ് എൻ്റർ ദി UK, ഹാവ് യു ഹാഡ് എനി അതർ ആബ്സെൻസ് ഓഫ് ദി UK. അപ്പോൾ ഞാൻ 3 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എസ് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു തവണ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോ കൊടുക്കുക. നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും നിങ്ങൾ എസ് കൊടുക്കേണ്ടതാണ്. എസ് കൊടുക്കുക. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് കൺട്രീസ് ഡിഡ് യു വിസിറ്റ് ഓർ ട്രാവൽ ത്രൂ വെൻ ആബ്സെൻറ്റ് ഫ്രം ദി UK. അപ്പോൾ ഏത് കൺട്രി ആണെന്നുള്ളത് ആദ്യം നമ്മൾ എവിടെയാണ് പോയതെന്ന് കൊടുക്കുക. ഞാൻ നാട്ടിലാണ് പോയത്, അപ്പോൾ അത് കൊടുക്കുകയാണ് ഇവിടെ. അതിനുശേഷം ഫസ്റ്റ് പറഞ്ഞാൽ വെൻ ഡിഡ് യു ലീവ് ദ UK, അതുപോലെ വെൻ ഡിഡ് യു റിട്ടേൺ ടു ദി UK, 2 ഡേറ്റ് ഇവിടെ കൊടുക്കുക. അപ്പോൾ അവിടെ റീസൺ ചോദിച്ചിട്ട് സെയിം റീസൺ ഞാൻ ഹോളിഡേ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെക്കേഷനാണ് പോയതുകൊണ്ട് ഹോളിഡേ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എത്ര പ്രാവശ്യം വേണം ഇതൊരു ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വീണ്ടും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ആബ്സെൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ 3 വർഷം പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എസ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ എത്ര തവണയാണ് പോയത് അത്രയും നമ്മൾ നിങ്ങൾ എസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 4 വർഷം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എസ് കൊടുക്കുക. അങ്ങനെ എത്ര തവണ പോയാൽ അതനുസരിച്ച് വീണ്ടും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നമ്മൾ ആദ്യം കൊടുത്തോണ്ട് ഏത് രാജ്യത്താണ് പോയത്, എപ്പോഴാണ് UK നിന്ന് പോയത്, എപ്പോഴാണ് UK തിരിച്ചു വന്നത്, സെയിം സംഭവം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തവണ ലാസ്റ്റ് ടൈം ഞാൻ പോയത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് പോയത്. അപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കുന്നത് ഫോർ ട്രീറ്റ്മെൻറ്റ് പർപ്പസ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ എൻ്റെ ഡിസ്ചാർജ് സമ്മറി ഉണ്ട്, അതിന് പ്രൂഫായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൂഫ് കൊടുക്കേണ്ടതാണ് കറക്റ്റായിട്ട്. വീണ്ടും അവർ ചോദിക്കുന്നുണ്ട് സിൻസ് ഫസ്റ്റ് എൻ്റെ അടുത്ത് UK, സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ഞാൻ 3 തവണ പോയിട്ടുള്ളൂ, പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ നോ കൊടുത്തു.
നിങ്ങൾ പിന്നെ പോയിട്ടില്ല നിങ്ങൾക്ക് നോ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ 2 തവണത്തെ കൊടുത്തു പിന്നെ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാവുന്നതാണ്. വാട്ട് എവിഡൻസ് വിൽ യു പ്രൊവൈഡ് ടു സപ്പോർട്ട് ദ റീസൺ ഫോർ ഓൾ ആബ്സെൻസ് ഫ്രം ദ UK ആൻഡ് ക്രൗൺ ഡിപ്പെൻഡൻസീസ്. അപ്പോൾ UK പുറത്ത് നിങ്ങൾ പോയതിന് നിങ്ങൾക്ക് എന്ത് എവിഡൻസ് ഒക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഇവിടെ താഴെ നമ്മൾ ടിക്ക് കൊടുക്കണം, ഏതൊക്കെ നിങ്ങൾക്ക് എവിഡൻസ് കൊടുക്കാൻ പറ്റും ടിക്ക് കൊടുക്കുക. അവർ ഫസ്റ്റ് വരുന്നത് ലെറ്റർ ഫ്രം എംപ്ലോയർ ഡീറ്റെയിലിംഗ് റീസൺ ഫോർ വർക്ക് റിലേറ്റഡ് ആബ്സെൻസസ് ഇൻക്ലൂഡിംഗ് പീരിയഡ്സ് ഓഫ് പെയ്ഡ് ആനുവൽ ലീവ് ഫ്രം ദ UK ആൻഡ് ക്രൗഡ് ഡിപ്പെൻഡൻസീസ്. അപ്പോൾ എനിക്ക് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കിട്ടുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എസ് കൊടുത്തത്. നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കിട്ടില്ലെങ്കിൽ ടിക്കേണ്ട കാര്യമില്ല, കാരണം ടിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ടിക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റും അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് അതും കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ടിക്കറ്റ് ഡീറ്റെയിൽസ്, സ്കാൻ പാസ്പോർട്ട് പേജസ് വിച്ച് റെപ്രസെൻറ്റ് മൈ ട്രാവൽ ഡേറ്റ്സ് ആൻഡ് ഡിസ്ചാർജ് സമ്മറി. അപ്പോൾ ഇതെല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് കൊടുത്തത്. അപ്പോൾ നിങ്ങളിവിടെ കൊടുക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതർ കൺട്രീസ് ഡു യു ഹാവ് ലിവ്ഡ് ഇൻ, ഹാവ് യു പ്രീവിയസ്ലി ലിവ്ഡ് ഇൻ കൺട്രി ഔട്ട്സൈഡ് ദ UK ഇൻക്ലൂഡിംഗ് യുവർ കൺട്രി ഓഫ് ബർത്ത്. എസ് കൊടുക്കുക. നമ്മൾ ജനിച്ചത് UK അല്ല, അപ്പോൾ ഇവിടെ എന്തായാലും എസ് കൊടുക്കുക. അപ്പോൾ കൺട്രി യു ലിവ്ഡ് ഇൻ, അപ്പോൾ നമ്മൾ ജനിച്ചത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ച രാജ്യം ചോദിക്കുമ്പോൾ അവിടെ ഇന്ത്യ കൊടുക്കുക. ഡേറ്റ് യു ലീവ് ദെയർ ഫ്രം, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ അവിടെയാണല്ലോ, അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നമ്മുടെ ഡേറ്റ് ടു ലീവ് ദെയർ ടു, അപ്പോൾ നമ്മൾ UK വന്നപ്പോൾ ഉള്ളവരുടെ ഡേറ്റ് അത് കൊടുക്കുക. ഡേറ്റ് വന്നപ്പോൾ ഉള്ളവരുടെ ഡേറ്റ് കൊടുക്കുക. റീസൺസ് യു ലീവ് ദെയർ, അപ്പോൾ മൈ കൺട്രി ഓഫ് ബർത്ത് വേർ ഐ ലീവ്ഡ് അൻറ്റിൽ ഐ കെയിം ടു UK. അപ്പോൾ റീസൺ നമ്മൾ ഞാൻ ജനിച്ച അവിടെയാണ്, UK വന്നവരെ ഞാൻ ജനിച്ച അവിടെയാണ്, ആ റീസൺ കൊടുത്തു. അതിനുശേഷം ചോദിക്കുന്നത് യുവർ നാഷണൽ ഇൻഷുറൻസ് നമ്പർ, വാട്ട് ഈസ് യുവർ കറൻറ്റ് നാഷണൽ ഇൻഷുറൻസ് നമ്പർ. അതിനുശേഷം അവർ ചോദിക്കുന്നത് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് ആണ്. ഹാവ് യു പാസ് ദ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ്? യെസ്. എൻ്റർ യുവർ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് യൂണിക് റെഫറൻസ് നമ്പർ. അപ്പോൾ നമുക്കൊരു യൂണിക് റെഫറൻസ് നമ്പർ കിട്ടും ലൈഫ് ഇൻ UK ടെസ്റ്റ് കഴിയുമ്പോൾ. ആ ഒരു റെഫറൻസ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് പ്രോബ്ലം വിത്ത് ഇമിഗ്രേഷൻ ടു UK, ഹാവ് യു എവർ ബീൻ റിഫ്യൂസ്ഡ് എ വിസ ഫോർ ദ UK, ഡിപ്പോർട്ടഡ് ഫ്രം ദ UK, റിമൂവ് ഫ്രം ദ UK, റിക്വയർഡ് ടു ലീവ് ദ UK, റിഫ്യൂസ് എൻറ്റർ ദ UK ബോർഡർ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വിസ റിഫ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എസ് തന്നെ കൊടുത്തോണ്ട് അവിടെ നോ കൊടുക്കരുത്, അല്ലെങ്കിൽ മാത്രമേ നോ കൊടുക്കാമുള്ളൂ. ഈ പ്രോബ്ലംസ് വിത്ത് ഇമിഗ്രേഷൻ ടു കൺട്രീസ് അതർ ദാൻ UK, ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തെ വിസ എപ്പോഴെങ്കിലും റിഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ നോ കൊടുക്കരുത്. അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ എസ് കൊടുക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് സ്പോൺസർ ലൈസൻസ് നമ്പറാണ്, നമ്മുടെ COSലെ ലൈസൻസ് നമ്പറാണ്. വാട്ട് ഈസ് യുവർ സ്പോൺസർ ലൈസൻസ് നമ്പർ അസ് ഷോൺ ഓൺ യുവർ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അപ്പോൾ നമ്മുടെ COSലുള്ള സ്പോൺസർ ലൈസൻസ് നമ്പർ അവിടെ കൊടുക്കുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഒക്യുപ്പേഷണൽ ക്ലാസിഫിക്കേഷൻ കോഡ് കൊടുക്കുക. കറൻറ്റ് റേറ്റ് ഓഫ് പേ, നമുക്കത് ആനുവൽ സാലറി, അപ്പോൾ നിങ്ങളുടെ ആനുവൽ സാലറി എത്രയാണോ കൊടുത്തേക്കുന്നത് അത് കൊടുക്കുക. വീക്ക്ലി അവേഴ്സ് വർക്ക്ഡ് 37.5. പേരൻറ്റ് ഓർ അഡോപ്ഷൻ ലീവ്, ആർ യു ഓൺ മെറ്റേണിറ്റി, പറ്റേണിറ്റി, ഷെയർഡ് പേരൻറ്റ് ഓർ അഡോപ്ഷൻ ലീവ്. നിങ്ങൾ എന്തെങ്കിലും ലീവിലാണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ. കൺവിക്ഷൻസ് ആൻഡ് അതർ പെനാൽറ്റീസ്, അറ്റ് എനി ടൈം ഹാവ് യു എവർ ഹാഡ് എനി ഓഫ് ദ ഫോളോയിങ് ഇൻ ദ UK ഓർ എനി അതർ കൺട്രി. അപ്പോൾ കുറേ ഓപ്ഷൻ വരുന്നുണ്ട്. ക്രിമിനൽ കൺവിക്ഷൻ, എ പെനാൽറ്റി ഫോർ എ ഡ്രൈവിംഗ് ഒഫൻസ്, ഫോർ എക്സാമ്പിൾ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ സ്പീഡിംഗ് ഓർ നോ മോട്ടോർ ഇൻഷുറൻസ്, ആൻ അറസ്റ്റ് ഓർ ചാർജ് ഫോർ വിച്ച് യു ആർ കറൻ്റ്ലി ഓൺ ഓർ awaiting ട്രയൽ, എ കോഷൻ, വാർണിംഗ്, റിപ്രിമാൻഡ് ഓർ അതർ ഔട്ട് ഓഫ് കോർട്ട് പെനാലിറ്റി, എ സിവിൽ കോർട്ട് ജഡ്ജ്മെൻറ്റ് against you, for example for non-payment of debt, bankruptcy proceedings or antisocial behavior, a civil penalty issued under UK immigration law. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ നോ ഐ ഹാവ് നെവർ ഹാഡ് എനി ഓഫ് ദീസ്. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും കൺവിഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളത് അവരോട് പറയണം, അത് കൊടുക്കുക. അത് ചെയ്യുന്ന വാർ ക്രൈംസ് ആണ്. ഇൻ ഐദർ പീസ് ഓർ വാർ ടൈം ഹാവ് യു എവർ ബീൻ ഇൻവോൾവ്ഡ് ഇൻ ഓർ സസ്പെക്റ്റഡ് ഓഫ് ഇൻവോൾവ്മെൻറ്റ് ഇൻ വാർ ക്രൈംസ്, ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ഓർ ജീനോസൈഡ്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വാർ ക്രൈമിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. ഹാവ് യു എവർ ബീൻ ഇൻവോൾവ്ഡ് ഇൻ, സപ്പോർട്ടഡ് ഓർ എൻകറേജ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ എനി കൺട്രി. ഏതെങ്കിലും ആയിട്ട് നമ്മൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്തിട്ടുണ്ടോ, നോ കൊടുക്കുക. ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ഹാവ് യു എവർ ബീൻ എ മെമ്പർ ഓഫ് ഓർ ഗിവൺ സപ്പോർട്ട് ടു ആൻ ഓർഗനൈസേഷൻ വിച്ച് ഹാസ് ബീൻ കൺസേൺഡ് ഇൻ ടെററിസം. അപ്പോൾ അത് നമ്മൾ നോ കൊടുക്കുക.
അടുത്ത ടെററിസ്റ്റ് വ്യൂസ് ആണ്. ഹാവ് യു ബൈ എനി മീൻസ് ഓർ മീഡിയം എക്സ്പ്രസ് വ്യൂസ് ദാറ്റ് ജസ്റ്റിഫൈ ഓർ ഗ്ലോറിഫൈ ടെററിസ്റ്റ് വയലൻസ് ഓർ ദാറ്റ് മേ എൻകറേജ് അതേഴ്സ് ടു കമ്മിറ്റ് ടെററിസ്റ്റ് ഓർ അതർ സീരിയസ് ക്രിമിനൽ ആക്ട്സ്. നമ്മൾ അങ്ങനെയൊന്നും ഇൻവോൾവ് ആവുന്നില്ല, അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നോ കൊടുക്കുക. The person of good character. Have you ever engaged in any other activities which might indicate that you may not be considered to be a person of good character? നിങ്ങൾ നല്ലൊരു ക്യാരക്ടർ ഉള്ള ആളല്ല എന്ന് പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തികൾ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോ കൊടുക്കുക. അടുത്ത ചോദിക്കുന്നത്, ഡു യു ഹാവ് എനി ഹോം ഓഫീസ് റെഫറൻസ് നമ്പേഴ്സ്? If you have previously made an application to remain in the UK, you can find a reference number on letters from the Home Office called our ref or KZD. If you not, select no. അപ്പോൾ നമ്മൾ നോ കൊടുക്കുക. നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ നോ കൊടുക്കുക. നമുക്ക് വീണ്ടും ഇവിടെ ആൻസർ ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും ചേഞ്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചുകളൊക്കെ വരുത്താവുന്നതാണ്. കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത അഡീഷണൽ ആപ്ലിക്കൻറ്റ്. നിങ്ങൾക്ക് ആരെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഐ വുഡ് ലൈക്ക് ടു ആഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ഒപ്പമാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് അവർ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടിന്യൂ പോകാം. അപ്പോൾ എനിവൺ എൽസ് ഹു ഈസ് പാർട്ട് ഓഫ് ദിസ് ആപ്ലിക്കേഷൻ റിസീവ് എനി പബ്ലിക് ഫണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും പബ്ലിക് ഫണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ട് എസ് കൊടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അത് വെരിഫിക്കേഷൻ കൺസെൻ്റ് ആണ്. നിങ്ങളിവിടെ ഒരു ഡിക്ലറേഷൻ ഓഫ് കൺസെൻറ്റ് ഫോർ ദ ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്സ്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതൊരു ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഫോം നിങ്ങൾ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. I will provide a declaration signed by me to confirm my consent for the Home Office to do the verification. അവിടെ എസ് കൊടുക്കുക. The consent for the Home Office to request verification checks for joint accounts or third party support. Is the account with a bank or utility company for which you have supplied information and supporting documentation held jointly by you and other people? ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടോ യൂട്ടിലിറ്റി ബിൽ എന്തെങ്കിലും ജോയിൻ്റ് എസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ യൂട്ടിലിറ്റി ബില്ല് ജോയിൻ്റ് ഉണ്ട്, പക്ഷേ നോ ആണ് കൊടുത്തത്. അതിൽ ഡസ് ദ അക്കൗണ്ട് വിത്ത് ദ ബാങ്ക് ഓർ യൂട്ടിലിറ്റി കമ്പനി ഫോർ വിച്ച് യു ഹാവ് സപ്ലൈഡ് ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റേഷൻ റിലേറ്റ് ടു അനദർ പേഴ്സൺ ഹു ഈസ് ടു പ്രൊവൈഡ് യു ഫിനാൻഷ്യൽ സപ്പോർട്ട്. അപ്പോൾ ഞാൻ 2 നോയാണ് കൊടുത്തത്. നിങ്ങൾ അവിടെ പെസ് കൊടുത്താൽ എനിക്ക് യൂട്ടിലിറ്റി ബില്ല് കാണിക്കേണ്ടതായിട്ട് വരും. ഞാൻ 2 നോ കൊടുത്തോണ്ട് എനിക്ക് യൂട്ടിലിറ്റി ബില്ലൊന്നും കാണിക്കാനായിട്ട് വന്നില്ല. ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഏതൊക്കെയാണോ ടിക്ക് കൊടുത്തത് അതനുസരിച്ച് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തതിന് എല്ലാം നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. മാൻഡേറ്ററി ആയിട്ടുള്ളത് ദ പാസ്പോർട്ട് ഇഷ്യൂഡ് ബൈ ഇന്ത്യ ഫോർ മിസസ് ആഷിത ജോയി. ഇനി അടുത്ത അതർ ഡോക്യുമെൻറ്റ്സ് വരുന്നത് നമ്മൾ ആദ്യം ലെറ്റർ ഫ്രം എംപ്ലോയർ ഡീറ്റെയിലിംഗ് റീസൺ ഫോർ വർക്ക് ലെറ്റർ ആബ്സെൻസ് ഇൻക്ലൂഡിംഗ് പീരിയഡ് ഓഫ് പെയ്ഡ് ആനുവലി ഫ്രം ദി UK. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് അതായത് മെഡിക്കൽ, ബർത്ത് ഓർ ഡെത്ത് സർട്ടിഫിക്കറ്റ്സ്. അതുപോലെ അതർ എവിഡൻസ് ഓഫ് മിസസ് ആഷിത ജോയ്സ് റീസൺസ് ഫോർ ആബ്സെൻസ് ഫ്രം ദി UK. Declaration signed by Ashita Joy to confirm consent for the Home Office. അതുപോലെ തന്നെ or previous passports, travel documents or national identity cards that you have used to travel or remain in the UK. Evidence of Ms. Ashita Joy's immigration status in the UK. Your most recent payslip and bank or building society statement. This must be dated no earlier than 1 calendar month before the date of the application. A document from the sponsor who issued the certificate of sponsorship that led to your last permission to stay as a tier 2 migrant, confirming that you are കുറേ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. Providing your documents. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ആൻസറുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഡിക്ലറേഷൻ ആണ്. ബൈ സെൻഡിങ് ദിസ് ആപ്ലിക്കേഷൻ യു കൺഫേം ദാറ്റ് ടു ദ ബെസ്റ്റ് ഓഫ് യുവർ നോളജ് ആൻഡ് ബിലീവ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. ദ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ആപ്ലിക്കേഷൻ ദ സപ്പോർട്ടിംഗ് എവിഡൻസ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആണെന്ന് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ ഐ എം ദ ആപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡേർഡ് സർവീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് 6 വീക്സോളം വരും. 26 വീക്സോളം വരും ഡിസിഷൻ കിട്ടേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും പ്രയോറിറ്റി സർവീസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡിസിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതെടുക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നേരെ ഡയറക്റ്റ് ഇതിലോട്ട് കൊണ്ടുപോകും. അതിന് മുമ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ അതിനും വിസ പേ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. വൺസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും തിരുത്താനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ നേരെ കണ്ടിന്യൂ ടു വേൾഡ് പ്ലേയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ചെയ്തതിൻ്റെ ആയതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അതാണ് ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ ഇത് TLS കോൺടാക്ട് സൈറ്റിലോട്ട് കൊണ്ടുപോകും.
അപ്പോൾ TLS പോയി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ അപ്പോയിൻമെൻറ്റ് സ്ലോട്ടും ഉണ്ട്, പെയ്ഡ് അപ്പോയിൻമെൻറ്റ് സ്ലോട്ടും ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് എപ്പോൾ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അപ്ലോഡ് ചെയ്താൽ മതിയെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് PR കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ വീണ്ടും ഞാനത് കാണിച്ചു തരാനായിട്ട് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ക്യാഷ് പോകേണ്ടത്, അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പേ ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളെ TLS നിങ്ങൾ നേരിട്ട് അവർ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ TLS ആയിരുന്നല്ലോ, ഇപ്പോൾ അത് TLS ആണ്. അപ്പോൾ TLS ചെന്ന് കഴിഞ്ഞാൽ അസിസ്റ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്, ഫ്രീ സ്ലോട്ട് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അസിസ്റ്റഡ് എടുക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്ത ഡേറ്റ് എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് പയ്യെ ഡേറ്റ് മതിയെങ്കിൽ ഫ്രീ സ്ലോട്ടൊക്കെ ഉണ്ട്. എനിക്കൊക്കെ ഫ്രീ സ്ലോട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ആ TLS സൈറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാനാണെങ്കിൽ എൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാനാണെങ്കിൽ ചെയ്തത് തലേദിവസമാണ് ചെയ്തത്. അതുപോലെ കൊച്ചിൻ്റെ ആണെങ്കിൽ ചെയ്തത് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് എന്നാണോ ആ ദിവസം തന്നെയാണ് ഞാൻ ചെയ്തത്. എന്നാലും നിങ്ങൾ ആ ഒരു TLS കയറുമ്പോൾ നോക്കുക, അവരെന്തെങ്കിലും ടൈം പീരീഡ് കൊടുക്കുന്നുണ്ടോ നോക്കുക. 24 hours മുമ്പ് ചെയ്യണോ 48 hours മുമ്പ് ചെയ്യണം എന്നൊക്കെ ടൈം പീരീഡ് കൊടുക്കുന്നുണ്ടോ നോക്കുക. ഞാനാണെങ്കിൽ ചെയ്ത സമയത്ത് അതില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഇതിൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും കണ്ടിന്യൂസ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും നോക്കുക. പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു അപ്ലൈ ചെയ്യുന്ന PR അപ്ലൈ ചെയ്യുന്ന ദിവസം തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പിന്നെയാണ് ചെയ്യാവുന്നതാണ്. അന്നേരം നിങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ സേവ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വന്ന് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു TLS എങ്ങനെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. കാരണം ചിലവർക്ക് അങ്ങനെ ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം അതിനകത്ത് PR അപ്ലൈ ചെയ്ത ടൈമിൽ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ആയിപ്പോയി. കാരണം എനിക്ക് പെട്ടെന്ന് TLS ഈ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചെറിയ കൺഫ്യൂസ് ആയിപ്പോയി. പിന്നെ ഞാനത് കണ്ടെത്തി ഞാനത് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ട് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഉപകാരം ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.